ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മാസ് കുക്കിംഗ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നാരങ്ങ അച്ചാർ ഇടുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ കേടാവാതെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1 കിലോ നാരങ്ങയാണ്. നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഒരു നല്ല തുണി കൊണ്ട് തുടച്ച് വെള്ളമയമെല്ലാം മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് പച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല, പച്ചെണ്ണ, നല്ലെണ്ണ എന്നൊക്കെ പറയും. അപ്പോൾ ആ എണ്ണ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതേപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നാരങ്ങ തോടിനൊരു കട്ടിയുണ്ടല്ലോ, ആ കട്ടിയെല്ലാം പോയി ഒന്ന് വാടി വരും. അതുവരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ നാരങ്ങ ചൂടായിട്ട് വരുംതോറും ഇതിൻ്റെ അകത്ത് നീര് പൊട്ടി ദേഹത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഒന്ന് ചെയ്യുക കേട്ടോ. ഇപ്പം എന്താ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതാണ് പരുവം. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ നാരങ്ങ നന്നായിട്ട് തുടച്ച്, വെള്ളം ഒട്ടും പാടില്ല, തുടച്ച് ഇതേണക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വാട്ടിയ നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് അച്ചാറിടാം. ഞാൻ ഇവിടെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ 10 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയായിരിക്കും. ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാപ്പ് അളവിന് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത നാരങ്ങയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അച്ചാറിനാകുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇനി കുറച്ച് കടുക് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് 2 ആഴ്ച വരെ പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്ന ടൈമിൽ ഭരണിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് മാറ്റുന്ന ടൈമിൽ നമ്മൾ അച്ചാറിട്ട് കൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ സൂക്ഷിക്കുക. ഇടയ്ക്ക് ഗ്യാപ്പ് വരാതിരിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ ഇത് പുറത്ത് സൂക്ഷിക്കാം. അല്ലാതെ 1 വർഷം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.